ഹലോ ഫ്രണ്ട്സ്, ഡിസംബർ 3 വേൾഡ് ഡിസബിലിറ്റി ഡേ ആണ്. വികലത ഏതെല്ലാം വിധത്തിൽ മനുഷ്യ ജീവിതത്തെ ബാധിക്കാം എന്ന് ആലോചിക്കുമ്പോൾ ജീവിതത്തിൽ ഏതൊരു ഘട്ടത്തിലും ഏതൊരു മനുഷ്യനും വികലതയുടെ ഒരവസ്ഥയിലെത്തും എന്ന് വേണമെങ്കിൽ സാമാന്യമായിട്ട് പറയാം. നമുക്ക് സാധാരണ പോലെ നമ്മളുടെ പ്രവൃത്തികൾ സ്വയം പര്യാപ്തതയോടുകൂടി ചെയ്യാൻ സാധിക്കാതെ വരിക, നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നോക്കാൻ സാധിക്കാതെ വരിക, പരാശ്രയമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരിക എന്നുള്ളത് ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമല്ല. എല്ലാവരും ഈ പറഞ്ഞതുപോലെ അവനവനാൽ കഴിയുന്നതുപോലെ സ്വതന്ത്രരായിട്ട് നിൽക്കാനും മറ്റുള്ളവരെ കഴിയുമെങ്കിൽ സഹായിക്കാനും ഈ സഹായം ചെയ്യുക വഴി നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയുടെ, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളെല്ലാം നമ്മളുടെ നിയന്ത്രണത്തിലാണ് എന്ന് വരുന്ന ഒരു ഉൾബോധത്തിൻ്റെ ഒരു മിഥ്യാ അഹങ്കാരത്തിൽ ജീവിക്കാനാണ് നമ്മളെല്ലാം ശ്രമിക്കുന്നത്. പക്ഷേ ഒരാൾക്കും അത് എല്ലാ സമയവും ജീവിതത്തിൽ സാധ്യമാകുമെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നമ്മൾ പരാധീനതയിലേക്ക് പോകും. അപ്പോൾ ഈ പരാധീനതയിലേക്ക് പോകുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇത് വ്യക്തിപരമായി എനിക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ആലോചിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷെ നമ്മൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ ലോകത്ത് ഏതാണ്ട് 15-16% ആളുകൾ ഈ വികലത അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ഈ വികലത അനുഭവിക്കുന്നവരെ എന്നും സമൂഹം അവജ്ഞയോടെ കാണുകയും അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമീപനം പണ്ട് മുതലേ നമുക്ക് കാണാവുന്നതാണ്. ഇതൊരു മനുഷ്യൻ്റെ ആത്യന്തികമായ അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു മനുഷ്യനെന്ന് പറയുന്ന ഈ ആനിമലിൻ്റെ, ഈ മൃഗത്തിൻ്റെ, ഈ സ്പീഷീസിൻ്റെ ഒരു സ്വഭാവ പ്രത്യേകതയാണെന്ന് പോലും നമുക്ക് തോന്നാം. കാര്യം ഈ വികലത നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യത്തെ, ഒരു സംഭവത്തെ, ഒരു സംഗതിയെ, ഒരു കാര്യത്തെ നമ്മളെപ്പോഴും സമീപിക്കുന്നത് ഒന്നുകിൽ ഭയത്തോടെ, അല്ലെങ്കിൽ അവയെ നമ്മളിൽ നിന്ന് അകത്തിയിട്ട് ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ നേരെ ഒരു പരിഹാസത്തോടെ, അല്ലെങ്കിൽ ചിരിച്ചു തള്ളുക. അപ്പം ഇങ്ങനെയുള്ള ഒന്നുകിൽ ആക്രമിക്കുക, അല്ലെങ്കിൽ ചിരിക്കുക, അല്ലെങ്കിൽ പരിഹസിക്കുക, ഈ ഒരു സമീപനമാണ് പൊതുവെ മനുഷ്യന് എടുത്തു കാണുന്നത്. അപ്പം ഈ വികലതയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സമൂഹത്തിന് എല്ലാവരെയും അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവരെല്ലാം സമഭാവനയോടുകൂടി കണ്ടുകൊണ്ട് ഒരു സാമൂഹികമായ ഒരു പുരോഗതി എന്നുള്ളതാണ് ഈ വർഷത്തെ ഈ 2025 ഡിസബിലിറ്റി ഡേയുടെ തീം. അതായത് വികലത ഉള്ളവരെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നല്ലൊരു സമൂഹം സൃഷ്ടിക്കാമെന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു തീം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉൾക്കൊള്ളൽ എന്ന് പറയുന്നത് ഏതെല്ലാം തലത്തിൽ സാധ്യമാണ്, അത് സാധ്യമാകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയാൽ, നമ്മളൊരു ആത്മവിചിന്തനം നടത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് നമ്മൾ ഭാവന ചെയ്യുന്നത് പോലെ അഥവാ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള ഒരു ഉൾക്കൊള്ളലിൻ്റെ നില ഇന്ന് വ്യക്തികളെന്ന നിലയും സമൂഹം എന്ന നിലയിലും നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഈ ഒരു സോഷ്യൽ ഡ്രിഫ്റ്റ് ഫിനോമിന എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയും. അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു കൈ മണ്ണിടുകയാണെങ്കിൽ, ഒരു കൈ മണലിടുകയാണെങ്കിൽ, ആ മണൽ എപ്രകാരമാണോ ആ പാത്രത്തിലെ വെള്ളത്തിൽ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് താഴേക്ക് പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ, ഒരു വികലത ഉള്ള മനുഷ്യൻ അവന് സമൂഹത്തിൽ അവൻ്റെ ഒരു സാമൂഹിക ചുറ്റുപാടുകളിൽ, സാമൂഹികവും സാമ്പത്തികവും അംഗീകാരത്തിൻ്റേതും ഒക്കെ ആയിട്ടുള്ള ഒരു ചുറ്റുപാടുകളിൽ സമൂഹത്തിൽ ഇങ്ങനെ താഴെ തട്ടിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ
വരുന്ന ഒരു ജനസമൂഹം നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ടതായിട്ട് നമ്മൾ പറയുന്നു. അപ്പോൾ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് അതിൻ്റേതായിട്ടുള്ള 100 പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും ജീവിത സാഹചര്യങ്ങൾ വഴിയായിട്ടുമുള്ള അനേകം ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലുകളും ഒക്കെ നമ്മൾ സഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ലോകത്ത് ജനസംഖ്യയുടെ 16% വരും എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എത്രയധികം ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ഒറ്റപ്പെടലും ബുദ്ധിമുട്ടും ഈ പാർശ്വവൽക്കരണവും അനുഭവിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ എല്ലാം സമൂഹത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട്, സമൂഹത്തിൽ എല്ലാവരെയും പോലെ പരസ്പരം അംഗീകരിച്ചുകൊണ്ട്, അവരുടെ ഉള്ള കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു നല്ല സമൂഹം സൃഷ്ടിക്കാം എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. ഈ മാനസിക അനാരോഗ്യത്തിൽ നമ്മൾ പ്രധാന തീവ്രത കൂടിയ മാനസിക ബുദ്ധിമുട്ടുകളായിട്ടുള്ള ഉന്മാദം, വിഷാദം പോലെയുള്ള രോഗങ്ങൾ, സ്കിസോഫ്രീനിയ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അല്ലെങ്കിൽ നമ്മൾ ഈ മേധാക്ഷയം അല്ലെങ്കിൽ നമ്മൾ ഡെമൻഷ്യ എന്ന് പറയുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഓട്ടിസം തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ ഈ പുതിയ ആക്ട് അനുസരിച്ച് ഏതാണ്ട് 21 വികലതകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറയുന്ന കാഴ്ച പരിമിതർ, നമ്മളുടെ കേൾവി സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ, ലോക്കോമോട്ടോർ ഡിസബിലിറ്റി, ശാരീരികമായിട്ടുള്ള അപാകതകൾ കൊണ്ടുണ്ടാകുന്ന വികലതകൾ, പിന്നെ കാർഡിയോ പൾമിനറി, അതായത് നമുക്ക് നമ്മളുടെ ശാരീരിക പ്രവർത്തനങ്ങളെ അതിൻ്റെ ആരോഗ്യാവസ്ഥയിൽ എപ്രകാരം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു, അത് സാധിക്കാതെ വരുന്നതായിട്ടുള്ള അവസ്ഥകൾ. അതുപോലെ അതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങൾ ബുദ്ധി വൈകല്യങ്ങളും ബുദ്ധിമാന്യം എന്ന് പറയുന്ന ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്ന വിഭാഗവും മാനസിക രോഗങ്ങളുമാണ്. അപ്പം ഏതാണ്ട് ഈ 10 ബേർഡൻ ഓഫ് ഡിസബിലിറ്റികൾ നോക്കുന്നതിൽ അതിൽ ആദ്യത്തെ 10ലാണ് ഈ ബുദ്ധി വൈകല്യവും മാനസിക അനാരോഗ്യവും കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള വികലത. അപ്പം ഒരു മാനസികമായ അസ്വാസ്ഥ്യം, കടുത്തൊരു മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഇതിൽ നോക്കുമ്പോൾ അതൊരു ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഈ വികലത, ഈ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മളുടെ കുടുംബത്തിൽ ഉള്ളപ്പോൾ നമ്മളുടെ കുടുംബവും ഈ വൈകല്യം അനുഭവിക്കുകയാണ്. അതായത് വൈകല്യമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വൈകല്യമുള്ള ഒരു കുടുംബം എന്നാണ്. അങ്ങനെ വൈകല്യമുള്ള കുടുംബങ്ങൾ വരുമ്പോൾ അത് സമൂഹത്തിൻ്റെ ഒരു വൈകല്യമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത് എപ്രകാരം നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് സമീപിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ മാനസിക അനാരോഗ്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ഒന്ന്, നമ്മൾ മാനസിക അനാരോഗ്യമുള്ളവർക്ക് സമൂഹം കൽപ്പിക്കുന്ന ഒരു സ്റ്റിഗ്മയാണ്. നമ്മൾ എത്രമാത്രം അവജ്ഞയോടുകൂടിയാണ് നമ്മൾ ഈ ആളുകളെ സമീപിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിത് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ഈ മെഡിക്കൽ പ്രൊഫഷനിൽ പോലും ഈ അവജ്ഞയും ഇതും സൂക്ഷിക്കുന്ന മെഡിക്കൽ പ്രൊഫഷണലുകൾ പോലുമുണ്ട്. അത് എത്രമാത്രം ഒരു വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ അല്ലെങ്കിൽ സമീപനത്തിൻ്റെ വിടവ് നമുക്ക് ഒരു മനുഷ്യനും ഒരു വൈദ്യശാസ്ത്ര സേവന രംഗവും തമ്മിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ഇപ്പം ഈ വൈദ്യശാസ്ത്ര രംഗത്ത് മനുഷ്യന്, സാധാരണ ആളുകൾക്ക് കിട്ടാത്ത സേവനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരനുഭവിച്ച അവഗണനയെക്കുറിച്ച് എന്തെങ്കിലും ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നും അത് ചർച്ചാ വിഷയമാകാറുണ്ട്. അപ്പം ഈ നമ്മൾ പറഞ്ഞു വരുന്നത് മാനസിക
നമ്മളുടെ വൈദ്യശാസ്ത്ര രംഗത്ത് തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇന്ന് നമുക്കറിയാം. വൈദ്യശാസ്ത്ര രംഗം ശാഖകളും ഉപശാഖകളുമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിവിധ ശാഖകളിലുള്ള ആളുകൾ പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളോടുള്ള സമീപനം പലപ്പോഴും ഒരു തുല്യതയോടുകൂടി നമ്മളൊരു മെഡിക്കൽ എത്തിക്സ് പറയുമ്പോൾ ഒരു ജസ്റ്റിസ്, അതായത് നമ്മളെല്ലാവരെയും തുല്യതയോടുകൂടി ഏത് രോഗാവസ്ഥയുള്ള ആളിനെയും സമീപിക്കാനുള്ള ഒരു ബേസിക് എത്തിക്കൽ പ്രിൻസിപ്പിൾ പോലും പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ലംഘിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഈ വികലത, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അനേകം വികലതകൾ, ഇപ്പം കാഴ്ച പരിമിതി, കേൾവി, അല്ലെങ്കിൽ നമുക്ക് അംഗവൈകല്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതായിട്ടുള്ള വികലതകൾ. അപ്പം ഇതിനെയൊക്കെ ചിന്തിക്കുമ്പം അതിനേക്കാൾ ഉപരി മാനസികാനാരോഗ്യം കൊണ്ടുണ്ടാകുന്ന വികലതയിൽ ഈ അവജ്ഞയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും സാമൂഹികമായ ഒറ്റപ്പെടുത്തലിൻ്റെയും അവസ്ഥ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് മറ്റൊരു വ്യത്യാസം കൂടിയുണ്ട്. ഇപ്പം നമുക്കൊരു ശാരീരികമായ ഒരു വികലത ഉണ്ടാകുന്ന ഒരാളിന് നമുക്ക് അവരെ പുനരധിവസിപ്പിക്കാൻ ഒട്ടൊക്കെ എളുപ്പമാണ് എന്ന് നമുക്ക് പറയാം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ശാരീരികമായ വികലതയെ പരിഹരിക്കുന്നതിനായിട്ടുള്ള ഒത്തിരി ശാസ്ത്രീയ മാർഗങ്ങളും സമീപനങ്ങളും നമുക്ക് ലഭ്യമാണ്. തന്നെയല്ല അവർക്ക് ചെയ്യാവുന്ന ഒരു തൊഴിലിലേക്കോ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്രിഫറൻഷ്യൽ ഇത് കൊടുത്ത് അവരെ ഒരു തൊഴിലിലേക്കും വരുമാന മാർഗത്തിലേക്കും ഒക്കെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അവർക്ക് നിശ്ചയമായിട്ടും കുടുംബമായിട്ടും ജീവിതമായിട്ടും സമൂഹമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യത്തോടു കൂടി മുമ്പോട്ട് പോകാൻ സാധിക്കും. അത് നമുക്ക് കാണാവുന്നതുമാണ്. വളരെയധികം ആളുകൾ ഇത്തരം ശാരീരിക വൈകല്യങ്ങളുള്ളവർ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ വളരെ സ്തുത്യർഹമായ സേവനങ്ങൾ കൊടുക്കുകയും അവരുടെ ജീവിതം സാർത്ഥകമാക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മാനസിക അനാരോഗ്യമുള്ള വ്യക്തികളിൽ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സമൂഹത്തിൻ്റെ അവജ്ഞയും ഒറ്റപ്പെടുത്തലുകളും വളരെ കൂടുതലായിട്ട് അനുഭവിക്കുന്നു എന്നുള്ളത് ഒന്ന്. മറ്റൊന്ന്, മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ പലപ്പോഴും നമുക്ക് ഒരു നിരന്തരമായ വൈദ്യശാസ്ത്ര സഹായം, മാനസികാരോഗ്യ രംഗത്തിൻ്റേതായിട്ടുള്ളൊരു പിന്തുണയും സഹായവും നമുക്ക് ഈ വ്യക്തികൾക്ക് ലഭ്യമാകേണ്ടത് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇന്ന് നമ്മളുടെ സാധാരണ ജനങ്ങളിലേക്കെല്ലാം എത്തുന്ന രീതിയിലുള്ള മാനസികാരോഗ്യ സംവിധാനങ്ങളുടെ ഒരു ശൃംഖല നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ എല്ലാവരും മാനസിക ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങളുടെ സഹായം സ്വീകരിക്കണമെന്ന് നമ്മൾ പേർത്തും പറയുമ്പോൾ പോലും നമ്മളുടെ നാട്ടിൽ ഇത്തരം ഒരു ശൃംഖല, എല്ലാവരിലേക്കും എത്തപ്പെടുന്ന ഒരു മാനസികാരോഗ്യ ശൃംഖല ലഭ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു അവൈലബിലിറ്റി ഗ്യാപ്പ്, അതായത് നമ്മുടെ ആവശ്യങ്ങൾ ഒരു വശത്ത്, അവയ്ക്ക് എത്രമാത്രം സംവിധാനങ്ങളുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് വളരെ വലുതാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ അത് ഒരു ചികിത്സാ വിടവിലേക്കും, അതുപോലെ ആളുകളുടെ ഈ അവജ്ഞയും ഒറ്റപ്പെടുത്തലും തുടങ്ങിയ കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ലഭ്യതയുടെ ഒരു കുറവ്, ഒരു ചികിത്സാ വിടവ്, പിന്നെ ഇതോടനുബന്ധിച്ച് നമ്മളുടെ വരുമാനം, അത് ഉണ്ടാക്കുന്നതായിട്ടുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകൾ, അവരെ ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബാംഗങ്ങൾ സഹിക്കേണ്ടി വരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മാനസിക അനാരോഗ്യം അനുഭവിക്കുന്നവരെ ഒരു വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു സാമൂഹിക ചുറ്റുപാടുകളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് പറയുന്ന ഒരു സെക്കൻഡറി ഡിസബിലിറ്റി എന്ന്
നമ്മൾ പറയുന്നു. അതായത് ശരിയായ ഒരു പിന്തുണയും ചികിത്സയും തുടർന്ന് ലഭിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന വികലതയുടെ അല്ലെങ്കിൽ വൈകല്യത്തിൻ്റെ പരാധീനതയുടെ ബുദ്ധിമുട്ടുകൾ കൂടി വരികയും അവർക്ക് അവരെ തന്നെ പരിചരിക്കാനും അവരെ തന്നെ രക്ഷിക്കാനുമുള്ള സാഹചര്യവും ചുറ്റുപാടുകളും വളരെ വളരെ കുറഞ്ഞു പോവുകയും ചെയ്യുന്നതായിട്ട് കാണാം. അപ്പം ഇന്ന് നമ്മൾ ഈ വേൾഡ് ഡിസബിലിറ്റി ഡേയിൽ നമ്മൾ ഈ മാനസിക അനാരോഗ്യവും ബുദ്ധിമാന്ദ്യവും ഒക്കെ കൊണ്ടുവരുന്ന വികലതയെ എങ്ങനെ സമീപിക്കും, അവരെ എങ്ങനെ പുനരധിവസിപ്പിക്കും എന്ന് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെ പൂർണ്ണമായിട്ട് ഒരു പിന്തുണ കൊടുത്ത് പുനരധിവസിപ്പിക്കാനുള്ള ഒരു സാമൂഹിക സംവിധാനം നിർഭാഗ്യവശാൽ നമ്മളുടെ നാട്ടിൽ നിലവിലില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ NGOകളൊക്കെ കുറേ ഇവരെ പുനരധിവാസം, അതൊക്കെ ഒരു പുനരധിവാസം എന്ന് പറയുന്നതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഒരിക്കലും അത് ലഭ്യമാകുന്നില്ല. ആഹാരം, ഒരു ഷെൽട്ടർ എന്ന് മാത്രമാണ് അതിലേക്ക് നിൽക്കുന്നത്. പക്ഷേ അവിടെ പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലൊക്കെ വളരെ മോശമായ അവസ്ഥയിലും ആകാം. അതിനകത്ത് ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റേതായിട്ടുള്ള നമ്മൾ പറയുന്ന അടിസ്ഥാന തത്വങ്ങൾ പോലും പലപ്പോഴും ലംഘിക്കപ്പെടുന്ന വേദനാജനകമായ ചുറ്റുപാടുകളുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലും അതിനോട് അനുബന്ധിച്ച് അവിടുത്തെ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അവിടുത്തെ ഈ ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് അത് അവരുടെ പ്രദേശത്തെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, കമ്മ്യൂണിറ്റി സെൻ്ററുകൾ, ബാക്കി ഹോസ്പിറ്റലുകൾ, ഈവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഈ വികലത അനുഭവിക്കുന്നവർക്ക് പിന്തുണ കൊടുക്കുന്ന അല്ലെ വിശ്രമം ലഭിക്കുന്ന അവരുടെ കാര്യങ്ങൾ പ്രത്യേകം അതാത് കമ്മ്യൂണിറ്റിയിൽ തന്നെ പരിഹരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ ക്വാളിറ്റി ചെക്ക് അതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു വൈദ്യശാസ്ത്ര രംഗത്തിൻ്റെ പൂർണ്ണമായ ഉപയോഗം അവിടെ ലഭ്യമാക്കുകയും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും അതിന് നിരന്തരമായ പിന്തുണയും ലഭിക്കുന്ന അങ്ങനെ ഓരോ തദ്ദേശ ഭരണ സംവിധാനത്തിൻ്റെ കീഴിലും ഓരോ പ്രദേശങ്ങളിലും അങ്ങനെ നമ്മളുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും, അതായത് പ്രൈമറി സെൻ്ററുകൾ, എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ, ഹോസ്പിറ്റലുകൾ ഇവയോട് അനുബന്ധിച്ച് വികലതയുള്ള ആളുകൾക്ക് പിന്തുണയും അവരെ ഞാൻ എല്ലാ പ്രദേശങ്ങളിലും എന്ന് പറയുന്നത് അവർക്ക് അവരുടെ സമൂഹത്തിൽ, അവരുടെ കമ്മ്യൂണിറ്റിയിൽ, അവരുടെ ഫാമിലിയിൽ, അവരുടെ കുടുംബത്തിൽ ഉപയോഗമുള്ള വ്യക്തികളായിട്ട് ജീവിക്കാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രദേശത്തുള്ള ഒരാളെ അവിടെ നിന്ന് അടർത്തിയെടുത്ത് കിലോമീറ്ററുകൾ അകലെയുള്ള മറ്റൊരു സ്ഥാപനത്തിൽ കൊണ്ടാക്കിയാൽ അയാളുടെ കുടുംബവും വിശ്വാസങ്ങളും സാഹചര്യങ്ങളിൽ നിന്നും പറിച്ചു മാറ്റപ്പെടുകയാണ്. അപ്പോൾ അതുതന്നെ വലിയൊരു പരാധീനതയാണ്. അത് പരാധീനതയുടെ ആക്കം കൂട്ടുകയുള്ളൂ. നമ്മളുടെ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഈ മനുഷ്യനെ തള്ളിവിടുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പോൾ അത് പ്രാദേശികമായിട്ട് എല്ലായിടത്തും അതിൻ്റെ ഒരു നെറ്റ്വർക്ക് എല്ലാ പ്രദേശങ്ങളിലും ലഭ്യമായാൽ മാത്രമേ നമുക്ക് ഈ പറയുന്നത് പോലെയുള്ളൊരു പുനരധിവാസത്തിൻ്റെ മേഖലയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാ പ്രദേശങ്ങളിലും അതാത് സ്ഥലങ്ങളിലെ ലോക്കൽ ഗവേണിംഗ് ബോഡീസിൻ്റെ കീഴിൽ എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, ഹോസ്പിറ്റലുകൾ അവയുടെ അനുബന്ധമായിട്ട് വികലത അനുഭവിക്കുന്ന ആളുകളുടെ പുനരധിവാസ സംവിധാനങ്ങൾ നമുക്ക് രാജ്യമൊട്ടാകെ, നമ്മളുടെ പ്രദേശമൊട്ടാകെ ഉണ്ടാവുകയും അവരുടെ ശാസ്ത്രീയമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി കൺട്രോളോട് കൂടി നടത്താൻ സാധിച്ചാൽ നമുക്ക് കുറേയെങ്കിലും പുനരധിവാസത്തിൻ്റെ ഒരു ആദ്യ ഘട്ടത്തിലേക്കെങ്കിലും നമുക്ക് പ്രവേശിക്കാനായിട്ട്
സാധിക്കത്തുള്ളൂ. നിർഭാഗ്യവശാൽ അത് ഇന്ന് നമ്മൾ പറയുന്ന പുനരധിവാസം എന്ന് നമ്മൾ പറയുകയും ഇപ്പം ഈ വേൾഡ് ഡിസബിലിറ്റി ഡേയിൽ നമ്മൾ ഇൻക്ലൂസീവ് അപ്രോച്ച് ഇവരെയെല്ലാം നമ്മൾ സമൂഹത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ആ റിയാലിറ്റി കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് വികലതയുള്ള, അവശത അനുഭവിക്കുന്ന, അല്ലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകളെ അവജ്ഞയോടെ കാണുന്ന, അല്ലെ അവരെ ഭയപ്പെടുത്തുന്ന, അവരെ ഉപദ്രവിക്കുന്ന, അവരെ മാർജിനലൈസ്ഡ് ആക്കുന്ന, വീണ്ടും വീണ്ടും പാർശ്വവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയിൽ എത്തിക്കുന്ന സാമൂഹികമായ ഒരു സമീപനത്തിൽ നിന്ന്, മനസ്ഥിതിയിൽ നിന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിന് മാറാൻ പറ്റുള്ളൂ. അതിന് വ്യക്തികളെന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും അതിന് ശ്രമിക്കാവുന്നതാണ്. നമ്മൾ ഓരോരുത്തരും അതിന് നിശ്ചയമായിട്ട് നമ്മളുടെ ചിന്തയും സമീപനങ്ങളും വളരെ ബോധപൂർവം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. അപ്പം ഇത്തരം അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമ്പോഴേ നമുക്കൊരു മനുഷ്യനാവുന്നുണ്ട്, നമ്മളൊരു മനുഷ്യരാകുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ നമ്മളുടെ അറിവും ശാസ്ത്രീയമായ വികസനവും നമ്മൾ കൊട്ടിഘോഷിക്കുന്ന മനുഷ്യൻ്റെ വികസനവും വികാസവും ഒക്കെ ഈ തുല്യതയിലും നീതിയിലും പരസ്പര ബഹുമാനത്തിലും ഊന്നിയ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് എന്തെങ്കിലും അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ എല്ലാ മനുഷ്യനും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അവനവൻ്റെ കഷ്ടനഷ്ടങ്ങളും അവൻ നിശ്ചയമായിട്ടും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ എത്തേണ്ട വികലതയുടെ അവസ്ഥയിലിരുന്ന് ആത്മരോദനം നടത്താനും വിഷമിക്കാനും എൻ്റെ ജീവിതം സാർത്ഥകമായി ജീവിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന് വെറുതെ സങ്കടപ്പെടാനും ഇടവരും എന്നുള്ളതിന് സംശയമില്ല. അപ്പം സാമൂഹികമായ മാറ്റം വ്യക്തികളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. വ്യക്തികളുടെ മാറ്റം അവൻ്റെ ചിന്തയിൽ നിന്നും മനസ്സിൽ നിന്നുമാണ് തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ദിനത്തിൽ ഈ വേൾഡ് ഡിസബിലിറ്റി ഡേയുടെ ദിനത്തിൽ നമുക്കൊരു നമ്മളുടെ മനസ്സിലെ തീരുമാനങ്ങളെ നമുക്ക് ഒന്നുകൂടി നമുക്ക് ഉറപ്പിക്കാം. എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് കാണുക, തുല്യനീതിയോടുകൂടി നമുക്ക് സമീപിക്കാൻ സാധിക്കുക. അത് നമ്മളുടെ മനസ്സിലും പ്രവൃത്തിയിലും സമീപനങ്ങളിലും നമ്മുടെ തൊഴിൽ രംഗത്തും നമ്മളുടെ കുടുംബത്തും നമ്മളുടെ സുഹൃത്തുക്കളുടെ ഇടയിലും എല്ലാം നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് നിശ്ചയമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം.